പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ പേര് ആദ്യം വെളിപ്പെടുത്തിയത് DYFI നേതാവെന്ന കോൺഗ്രസ് നേതാവ്. DYFI ബ്ലോക്ക് പ്രസിഡന്റ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഇരയെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന വീടിന് പരിസരത്ത് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ഉണ്ടെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. ഇതേ ബ്ലോക്ക് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇരയുടെ ഭർത്താവിന്റെ രാഷ്ട്രീയമടക്കം ചൂണ്ടിക്കാണിച്ച് അപമാനിക്കുന്ന നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. DYFI നേതാക്കൾക്ക് വേണമെങ്കിൽ അയച്ചു തരാം. ഒരു പരാതി സ്വന്തം നേതാവിനെതിരെ കൊടുത്തേക്ക്. ഏത് ബ്ലോക്ക് എന്നോ ഏത് നേതാവെന്നോ പറയാത്തത് പരാതിക്കാരിയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഫേസ്ബുക്കിലൂടെയാണ് സന്ദീപ് വാര്യരുടെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അത് ഏത് ബ്ലോക്ക് എന്നോ ഏത് നേതാവെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. കേൾക്കുന്ന, അറിയാവുന്ന, കണ്ടിട്ടുള്ള, ആ പ്രസംഗം കേട്ടിട്ടുള്ള പ്രേക്ഷകർക്ക്, ജനങ്ങൾക്ക് തീരുമാനിക്കാം, അനുമാനിക്കാം ഏത് DYFI ബ്ലോക്ക് പ്രസിഡന്റ് ആണ് ഈ പ്രസ്താവന നടത്തിയത്. സന്ദീപ് വാര്യർ പരാമർശിക്കുന്ന ഈ ബ്ലോക്ക് ഏതാണ്, ഈ ബ്ലോക്കിലെ പ്രസിഡന്റ് ആരാണ്, ഈ ബ്ലോക്കിലെ DYFI പ്രസിഡന്റ് ആരാണെന്നുള്ളതൊക്കെ ജനങ്ങളിലേക്ക് വിടുകയാണ്, പ്രേക്ഷകരിലേക്ക് വിടുകയാണ്. സന്ദീപ് വാര്യരും അതിനെക്കുറിച്ചൊരു വെളിപ്പെടുത്തൽ നൽകുന്നില്ല. മാധ്യമങ്ങൾക്കടക്കം അത്തരത്തിലൊരു അതാരാണെന്നുള്ളത് വ്യക്തമാണെങ്കിലും സന്ദീപ് വാര്യർ എടുത്ത അതേ നിലപാട് തന്നെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ സ്വീകരിക്കുകയാണ്. ആ പേര് വെളിപ്പെടുത്തുന്നില്ല. ജനങ്ങൾക്ക് തീരുമാനിക്കാം, കേട്ടവർക്ക് തീരുമാനിക്കാം, ആ പ്രസംഗം നേരിട്ട് കണ്ടവർക്ക് അതിനെക്കുറിച്ചൊക്കെ തീരുമാനിക്കാം. ആരാണ് ആ ബ്ലോക്ക് പ്രസിഡന്റ്, ആരാണ് ആ DYFI ബ്ലോക്ക് പ്രസിഡന്റ് എന്നുള്ളത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ബലാത്സംഗ കേസിൽ അതിജീവിതയുടെ പേര് ആദ്യം വെളിപ്പെടുത്തിയത് DYFI നേതാവെന്നാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നത്. DYFI ബ്ലോക്ക് പ്രസിഡന്റ് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ ഇരയെ വിവാഹം ചെയ്തു കൊണ്ടുവന്ന വീടിന് പരിസരത്ത് മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ അടക്കം തന്റെ പക്കലുണ്ടെന്നുള്ളതാണ് സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നത്. ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നു. ഇതേ ബ്ലോക്ക് പ്രസിഡന്റ് ഫേസ്ബുക്കിൽ ഒക്ടോബർ മാസത്തിൽ തന്നെ ഇരയുടെ ഭർത്താവിന്റെ രാഷ്ട്രീയമടക്കം ചൂണ്ടിക്കാണിച്ച് അപമാനിക്കുന്ന നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ പറയുന്നു. DYFI നേതാക്കൾക്ക് അത് വേണമെങ്കിൽ അയച്ചു തരാം. ഒരു പരാതി വേണമെങ്കിൽ സ്വന്തം നേതാവിനെതിരെ ഒന്ന് കൊടുത്തേക്ക് എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ഏത് ബ്ലോക്ക് എന്നോ ഏത് നേതാവെന്നോ സന്ദീപ് വാര്യരും പറയുന്നില്ല, നമ്മളും പറയുന്നില്ല. പരാതിക്കാരിയുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ളതാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്.